ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യണേ. എന്നാലേ എൻ്റെ ചാനലൊന്ന് വളരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് പോകാം. ഇവിടെ രാവിലെ തന്നെ പാല് ആണെന്ന് വിചാരിച്ച് അനുമോള് തൈരെടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാലിന് വളരെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ 1 പാക്കറ്റ് പാലുകൊണ്ടാണ് ഇവർ എല്ലാവർക്കും 10 പേർക്ക് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്, അനുമോളെ വാട്ട വെള്ളം ഉണ്ടാക്കല്ലേ, കടുപ്പം കൂട്ടി ഉണ്ടാക്കിയോളൂ കേട്ടോ എന്നാണ് പറയുന്നത്. കടുപ്പം കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് പാലുകൊണ്ട് 10 പേർക്ക് ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വാട്ടവെള്ളമായി പോകും എന്നാണ് പറയുന്നത്. പക്ഷെ അനുമോള് പറയുന്നത്, ഒരു പാക്കറ്റ് ഒരു കവർ പാലുകൊണ്ട് ഞാൻ 10 പേർക്ക് ഉണ്ടാക്കുന്നത്, വാട്ടവെള്ളമാണെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ടെന്ന് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അനുമോള് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് 10 പേർക്ക് ചായ ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോളെ, പക്ഷേ അതിൽ കടുപ്പത്തിലധികം ഇട്ടാൽ മതി. എന്നിട്ട് വെള്ളം കൂട്ടിയോണ്ട് കുഴപ്പമില്ല, വെള്ളം കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കണം, വെള്ളം കൂട്ടിയിട്ട് കടുപ്പിട്ടാമെന്ന് പറയുന്നുണ്ട്. ഞാനല്ല ചായ ഉണ്ടാക്കുന്നത്, ആരാ ചായ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാല് അനുമോള് തന്നെയാണ്, ശരിക്കും ഒരു പാക്കറ്റ് തൈര് അനുമോള് തന്നെയാണ് നാശാക്കി എന്നും കൂടി ആലോചിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഒരു അടിയും വഴക്കൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യത്തിലാണ് അനുമോള് നിൽക്കുന്നത്, അതിലേക്ക് നിൽക്കുന്നത്, അവരുടെ റേഷനൊക്കെ നാശാക്കി എന്നുള്ള ലെവലിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ അനുമോളുടെ മൈക്ക് കാണാത്ത പ്രശ്നം അനുമോൾക്കുണ്ട്. പിന്നെ ഡ്രസ്സ് ലക്ഷ്മി കൂട്ടിയിട്ട പ്രശ്നമുണ്ട്, ബാത്റൂമിൽ നിലത്തേക്ക് ഇട്ടു, അതൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് ആദിലും നൂറും പറയുന്ന വാട്ടവെള്ളമല്ല, കുറച്ച് ഡോസ് കൂട്ടി ഉണ്ടാക്കണമെന്ന്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് തെറ്റില്ല, ആദിലും നൂറും പറഞ്ഞിട്ട് തെറ്റില്ല. പക്ഷെ അനുമോളുടെ ഭാഗത്തും തെറ്റില്ല. കാരണം വെച്ചാൽ അനുമോൾ ആകെ പ്രഷറിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു ടോക്കിംഗ് വരുന്നത്. അപ്പോൾ എന്നിട്ട് നൂറ് അവിടെ കിടന്ന് പറയുന്നുണ്ട്, അനുമോളെ ആ സാബുമാൻ ചായ കുടിക്കത്തില്ല, അപ്പോൾ സാബുമാൻ്റെ പാല് അവന് കൊടുത്തോളൂ കേട്ടോ, അവന് എനിക്ക് വെക്കാൻ പറ്റുമോ, കൊടുക്കാമോ, മാറ്റി കൊടുക്കാമോ എന്ന് ചോദിച്ചു. അതിന് അനുമോൾക്ക് ദേഷ്യം വന്നു. അനുമോൾക്ക് ദേഷ്യം വരുന്നതിന് കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആകെ ടെമ്പർ തെറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ദേഷ്യം വരും. അനുമോൾ പറയും, ആരാ ചായ ഉണ്ടാക്കണം വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി, എന്നോട് തന്നെ പറയണം എന്ന് ദേഷ്യത്തെ പറഞ്ഞു. അപ്പം നൂറ പറയും, എന്തിനാണ് മോളെ തർക്കുത്തരം പറയണം, എന്തിനാണ് തർക്കുത്തരം പറയേണ്ടത്, എക്സ്ട്രാ പാല് സാബുവിന് നീക്കി വയ്ക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ സാബു ഒന്ന് ചോദിക്കട്ടെ, എന്താ പ്രശ്നം, എന്താ പ്രശ്നം, ഞാൻ ഇങ്ങനെ മാത്രമേ ചോദിച്ചുള്ളൂ, അതിനെന്തിനാണ് ഈ അനുമോൾ എൻ്റെ അടുത്ത് തർക്കുത്തരം പറയുന്നത്, അപ്പോൾ എന്താ തർക്കുത്തരം പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നവരടുത്ത് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് അനുമോൾ ഇങ്ങനെ കുറ്റം പറയുന്നത്, അവൾ എല്ലാ കാര്യം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്തിനാണ് വെറുതെ, ഞാനൊന്നും തെറ്റ് പറഞ്ഞില്ല എന്നും പറഞ്ഞ് നൂറും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നെവിൻ അവിടെ ഈ ബീൻ ബാഗം അങ്ങനെ മലർന്ന് കിടന്നിട്ട് പറയുന്നുണ്ട്, അനുമോൾ അല്ലെങ്കിൽ തന്നെ എല്ലാം ഞാനും വല്ല റേഷൻ എടുത്ത് കഴിച്ചതിന് മാത്രമേ പ്രശ്നമുള്ളൂ, റേഷൻ മുഴുവൻ നാശാക്കുന്നത് കുഴപ്പമില്ല, അനുമോൾ എല്ലാം നാശാക്കുകയാണ്, റേഷൻസ് നാശാക്കുകയാണ്. അതുപോലെ തൈര് എടുത്തിട്ട് കുടിക്കാൻ അനീഷിന് കൊടുത്തു. അനീഷ് കുടിക്കട്ടെ ചോദിച്ചു, അത് കളയാൻ പോകുന്ന തൈരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാന്ന് വിചാരിച്ച് എടുത്തൊക്കെ തൈരാണ്. അനീഷ് കുടിക്കട്ടെ ചോദിച്ചപ്പോൾ അനീഷിനെ തൈര് കൊടുത്തു. അപ്പോൾ ആ റേഷൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അനീഷ് നമ്മുടെ നിവിനെ അവിടെ കിടന്ന് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ മലർന്ന് കിടന്ന് കുറ്റം പറയാൻ നല്ല എളുപ്പമാണ്, അവിടെ നിന്ന് ചെയ്തു നോക്കണം. ശരിയാണ്, മലർന്ന് കിടന്ന് കുറ്റം പറയാൻ എളുപ്പം തന്നെയാണ്, അടുക്കളയിൽ പെരുമാറുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട്. അടുക്കളയിൽ